ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ആരോഗ്യകരമായ ഹെൽത്തി ആയ ഒരു ABC ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ ഒന്നരാട ഇടവിട്ടോ കഴിക്കുന്നത് വളരെ ഉപകാരപ്പെടും. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും അതുപോലെ ഹൈ BP ഒക്കെ കുറയ്ക്കുവാനും ഒരുപാട് സഹായിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ അളവ് കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ ജ്യൂസ് അടിക്കുമ്പം ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിലുണ്ടാവുക. അപ്പോൾ അത് ആർക്കും അങ്ങനെ അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. എപ്പോഴും ആ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ഒന്നും ആക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഞാനിത് ഒരു ഗ്ലാസ് പോലും ഇല്ല, വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മധുരത്തിന് വേണ്ടി ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തേനാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.